നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തെ വിദഗ്ധമായ നിർദ്ദേശവും ഉപദേശവും തേടി പുതിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരമുണ്ടാകും. അഥവാ വ്യാപാര വിപണന വിതരണ മേഖലകൾക്കോ കരാറു ജോലികൾക്കോ തുടക്കം കുറിക്കുവാൻ അവസരമുണ്ടാകും. എന്നാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനാണ് യോഗമുള്ളത്. പഠിച്ച വിദ്യയോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഉദ്യോഗത്തിൽ അവസരം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളൊക്കെ 1.5 വർഷത്തിന് ശേഷമേ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ഒരു ജോലിയെ സ്വീകരിക്കുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടി സമശീതോഷ്ണ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ സ്വല്പം ശമ്പളക്കുറവുണ്ടെങ്കിൽ പോലും ഇങ്ങനൊരു അവസരം സ്വീകരിക്കുന്നതും ഗുണകരമായി തീരും. കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്നും അനുകൂലമായ വിളവെടുപ്പ് വന്നു ചേരുവാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷത്തിനേക്കാൾ മികച്ച രീതിയിൽ പരീക്ഷ എഴുതാൻ തക്കവണ്ണം പഠിക്കാനുള്ളൊരവസരം, ഏകാഗ്രത ഉണ്ടാകുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകുവാൻ ഇടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിന് ഭാഗമായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കർമ്മ മേഖലകളോട് ബന്ധപ്പെട്ട് പലപ്പോഴും യാത്രകളും ചർച്ചകളും എല്ലാം വേണ്ടി വരുമെങ്കിൽ പോലും എല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അവിചാരിതമായിട്ട് സുഹൃത്തുക്കളോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകളൊക്കെ അവസരങ്ങൾ വന്നു ചേരും. അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരു അവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. വ്യക്തി സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ സമർപ്പിക്കുവാനും അനുമതി ലഭിക്കുവാനും യോഗം കാണുന്നുണ്ട്. കുടുംബത്തിൽ ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പലപ്പോഴും പലവിധത്തിലുള്ള അവഗണനകളും കഴിഞ്ഞ 2023 മെയ് മാസം മുതൽ 2024 മെയ് മാസം വരെ ഉണ്ടായിരുന്ന അവഗണനകളെല്ലാം മുഴുവൻ തന്നെ അതിജീവിച്ച് സർവ്വവിധത്തിലും പരിഗണന ലഭിക്കുന്നത് വഴി വളരെയധികം കൂടുതൽ പ്രയത്നിക്കാനൊരു അവസരം ഉണ്ടാകുന്നത് ഭാവിയിലേക്ക് വളരെ ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ജോലിയോടൊപ്പം ഭാവിയിലേക്ക് അനന്ത സാധ്യതയുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. പരിമിതികൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത് വഴി സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളെ ഒരു പരിധിവരെ അതിജീവിക്കുവാൻ സാധ്യത കാണുന്നു. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും. സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലവിലുള്ള സ്ഥലത്ത് നിന്ന് മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടുതൽ സൗകര്യമുള്ള ഗൃഹം വാങ്ങിക്കുവാനായിട്ട് അന്വേഷണം ആരംഭിക്കുവാനും ഒരുപക്ഷെ 2 വർഷത്തിന് ശേഷമേ പൂർത്തീകരിക്കുകയുള്ളൂ എന്ന ധാരണയോടുകൂടി തന്നെ തുടങ്ങി വച്ചതായിട്ട് ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു ഗൃഹത്തിന് വേണ്ടി പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാനിടയുണ്ട്. പലപ്പോഴും താമസിച്ചു വരുന്ന ഗൃഹത്തിന് ചിലർക്ക് സാമ്പത്തികമായുള്ള നിലനിൽപ്പ് വളരെ കുറയുക, മറ്റു ചിലർക്ക് കുടുംബത്തിലൊരു സമാധാന അന്തരീക്ഷം സംജാതമാകുന്നത് വളരെ കുറയുക, വിമ്മിഷ്ടം അനുഭവപ്പെടുക. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരുപക്ഷെ വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം പരിവർത്തനങ്ങൾ തയ്യാറാകുവാൻ ഇടയുണ്ട്. ജാമ്യം നൽകുവാനുള്ള സാഹചര്യത്തിൽ നിന്ന് പിന്മാറുന്നത് നന്നായിരിക്കും. ഗവൺമെന്റിനോട് ബന്ധപ്പെട്ടതായുള്ള ഉദ്യോഗത്തിന് അന്തിമ നിമിഷത്തിൽ അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും. പരീക്ഷ, ഇന്റർവ്യൂ, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ പ്രതീക്ഷിച്ചതിലുപരി ഭംഗിയായിട്ട് അവതരിപ്പിക്കുവാനും പരീക്ഷ എഴുതുവാനും സാധിക്കും. വ്യക്തി സ്വാതന്ത്ര്യം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന്റെ വഴി
കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. പലപ്പോഴും സുഹൃത്തുക്കൾ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും വസ്തുതകൾക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങളായതുകൊണ്ട് അവരെ ഗുണദോഷിക്കുവാൻ അഥവാ നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരങ്ങൾ വന്നു ചേരും. വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട അനുബന്ധ സ്ഥാപനം തുടങ്ങുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിട വരുമെങ്കിൽ പോലും മുതൽ മുടക്കിന് അനുസരിച്ചുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും നന്നാവുക. ഗഹനമായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാം ഒരു വിഹർഗ വീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്, അങ്ങനൊരു അവസരത്തെ സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. ഇതാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഫെബ്രുവരി മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ ഒരുപക്ഷെ ഈ ജോലി ലഭിച്ചാൽ പോലും ഭാവിയിലേക്ക് ഈ ഒരു മേഖലയിൽ അത്ര തന്നെ നേട്ടം ഭാവിയിലേക്ക് ഗുണകരമാവുക വളരെ കുറവായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതായത് സായാഹ്ന വേളയിലുള്ള ക്ലാസ്സിനോ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസത്തിലെ ക്ലാസ്സിനോ തക്കവണ്ണം ഒരു പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള ഒരു അവസരം പോലും സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. അനായാസേന ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങൾക്കും കൂടുതൽ പ്രയത്നം വേണ്ടിവരും. എന്നാൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുവാൻ തന്നെയാണ് യോഗമുള്ളത്. മേലധികാരി മറ്റൊരു ജോലി നേടിപ്പോകുന്നതിന്റെ വെളിച്ചത്തിൽ മേലധികാരിയുടെ സ്ഥാനം ലഭിക്കുവാനിട വരും. ഒരുപക്ഷെ ഒരു മാസത്തിന് ശേഷമേ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും ആ തസ്തിക കൃത്യമായിട്ടുള്ള രീതിയിൽ ലഭിക്കുവാൻ സാധ്യതയുള്ളൂ. വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി നിലവിലുള്ള സ്ഥാപനത്തിൽ, നിലവിലുള്ള ജോലി സ്ഥലത്ത് ഈ ഒരു മാസത്തിൽ തന്നെ രാജിക്കത്ത് നൽകുവാൻ അവസരം ഉണ്ടാകും. സാഹചര്യങ്ങൾക്കനുസരിച്ച് സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായിട്ട് കരാർ ജോലികൾ ഏറ്റെടുക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി കഴിഞ്ഞ 6-7 മാസമായിട്ട് പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളിലും ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയും സ്വീകാര്യതയും വന്നു ചേരുന്നതിന്റെ വെളിച്ചത്തിൽ ഈ ഒരു പാത തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. ഹ്രസ്വകാല കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്നും ഒഴിഞ്ഞു മാറി ദീർഘകാല വിളവെടുപ്പിന് അനുസൃതമായിട്ടുള്ള കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കാൻ അവസരം ഉണ്ടായിത്തീരും. ഒരുപക്ഷെ ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ സാമ്പത്തികമായിട്ടുള്ള സഹായവും ഒരു കർഷകന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. പലപ്പോഴും അർത്ഥപൂർണമായിട്ടുള്ള ആശയങ്ങളായതുകൊണ്ട് കീഴ് ജീവനക്കാരും സഹപ്രവർത്തകരും ആശയങ്ങളെല്ലാം തന്നെ പ്രസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായ വിധത്തിൽ അവലംബിക്കുവാൻ അവസരം ഉണ്ടായിത്തീരും. മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ട നിക്ഷേപ സമാഹരണ യജ്ഞം ഏറെക്കുറെ ഫലപ്രാപ്തിയിലെത്തും എന്ന ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നത് വഴി ഒരുപക്ഷെ ഏപ്രിൽ മെയ് മാസത്തിൻ്റെ ഉള്ളിൽ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരത്തിനനുസൃതമായുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കാൻ അവസരം വന്നു ചേരും. ആത്മാർത്ഥ സുഹൃത്തിന്റെ സമയോചിതമായുള്ള ഇടപെടലുകളാൽ അബദ്ധങ്ങളെയും അനിഷ്ടങ്ങളെയും ദുഷ്കീർത്തിയെയും ഒരുപക്ഷെ മാനഹാനിയെയും പോലും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. പലപ്പോഴും നടപടിക്രമങ്ങളിലുള്ള കൃത്യത കാരണത്താൽ പല വിധത്തിലുള്ള അനിഷ്ടങ്ങളെയും അതിജീവിക്കുവാനും ഒരുപക്ഷെ സ്വയം ആത്മനിയന്ത്രണത്തോടുകൂടി ആത്മസംയമനത്തോടുകൂടിയതായുള്ള സാഹചര്യങ്ങൾ സ്വയമേവ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. മേലധികാരി ചെയ്തു വെച്ചതായുള്ള പല അബദ്ധങ്ങളും തിരുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ഈ ഫെബ്രുവരി മാസത്തിലും മാർച്ച് മാസത്തിലും കൂടുതൽ പ്രയത്നിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പുനഃപരീക്ഷയിൽ വിജയ ശതമാനം വർദ്ധിക്കുന്നത് വഴി തൃപ്തിയായിട്ടുള്ള
വിഷയത്തിൽ വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കുവാനിടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് എത്തിച്ചേർന്ന പലർക്കും ഈ ഫെബ്രുവരി മാസത്തിൽ പരീക്ഷകളെല്ലാം കഴിയുകയും അതിന്റെ വിജയം അല്ലെങ്കിൽ അതിന്റെ വിജയാശംസകൾ വന്നു ചേരുവാനും ഇടയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ തൃപ്തിയായുള്ള മറ്റൊരു ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. പദ്ധതി ആസൂത്രണത്തിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായുള്ള ഭൂമിക്ക് തൃപ്തിയായുള്ള വിലയ്ക്ക് വിൽക്കുവാൻ അവസരം വന്നു ചേരുവാനിടയുണ്ട്. ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി കൂടുതൽ മുറികളുള്ള ഗൃഹം വാങ്ങിക്കുവാനോ വാടകയ്ക്ക് എടുക്കുവാനോ തീരുമാനിക്കും. ജാമ്യം നിൽക്കുവാനുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. കാർഷികമായിട്ടുള്ള മേഖലകളിൽ 2-3 മാസമായിട്ട് വന്നു ചേരുന്ന വിളവെടുപ്പ് ജനുവരി മാസത്തോടുകൂടി കഴിയേണ്ടതായിരുന്നു. ഈ ഫെബ്രുവരി മാസത്തിൽ കൂടി അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വരുന്നത് വഴി സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കുവാൻ ഇടയുണ്ട്. വിവര സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കുവാനും പ്രോത്സാഹനം വന്നു ചേരുവാനും സമ്മാന പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുക, പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാനും സാധ്യതയുണ്ട്. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്വാസം വന്നു ചേരും. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുന്നത് വഴി മാതാപിതാക്കളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഗഹനമായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. പലപ്പോഴും ഈ മെയ് മാസം മുതൽ ഒരു വർഷത്തേക്ക് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യണം എന്ന ധാരണയോടുകൂടി തന്നെ ഒരുപക്ഷെ നിലവിലുള്ള ജോലിയിൽ നിന്നും മാറാതെ അതിൽ തന്നെ തുടരുവാൻ തീരുമാനിക്കും. അതല്ല എങ്കിൽ നല്ല പേരുകേട്ട സ്ഥാപനത്തിലേക്കാണെങ്കിൽ ജോലി നഷ്ടപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു ജോലിയിലേക്ക് മാറുവാൻ പോലും അവസരമുണ്ടാകുവാൻ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.